ഗജറ മുഹബത്ത് വാല ഫുട്ബോൾ ബീച്ച് ഉണ്ട് മാറ്റി ഇറങ്ങിയിട്ടുണ്ടാ. നല്ല വെയില, പക്ഷെ ബീച്ച് ഒരു നല്ല രസമായിട്ട് കാണാനുണ്ട് കേട്ടോ. എന്താ ആര് തേക്കടാ സൺസ്ക്രീൻ തേച്ച കോലം കണ്ടോണെ. ഇതിന്റെ പരസ്യാണിത്, ഈ സൺസ്ക്രീന്റെ. ജിമ്മ് പോണല്ല സാധനങ്ങൾ കാണാണ്ടിട്ടാ. റെഡേ റെഡേ നമ്മളെ മെയിൻ പ്ലെയറാണ്. വെള്ളത്തിന്റെ കളർ എങ്ങനെ ഇതിൽ കിട്ടുന്നത് മനസ്സിലാവില്ല, പക്ഷെ നല്ല സ്ഥലം എവിടെ അറിയാം. സൂറിന്ന് സിംഗോൾ റൂട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാല് അവിടെ ഒരു ജുമാ പള്ളി ഉണ്ട്. ആ പള്ളി കഴിഞ്ഞിട്ട് ലെഫ്റ്റ് എടുത്ത് പോന്നു കഴിഞ്ഞ് കഴിഞ്ഞാല് ഇവിടെ ഒരു ഇതിൽ കാണാം. സൂപ്പര്. ഇവിടുന്ന് ബീച്ചിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറോളം ഓടാനുണ്ട്. യാത്ര നല്ല രസമുണ്ട്. ബീച്ചിന്റെ സൈഡ് കൂടെ ഒക്കെയാണ് തൊട്ടടുത്ത് വെള്ളമൊക്കെ അടിച്ചു എത്ര അടുത്ത റോഡ് കിടക്കുന്നത്. വെള്ളം കയറും. ഗ്രീനറി ആ ഒരു ഏരിയ തന്നെ അതിന്റെ അവിടെ ഉണ്ട് ഇറങ്ങണോടത്തുണ്ടല്ലോ, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ രണ്ട് മലകൾക്കിടയിൽ നല്ല പച്ചപ്പ്, പ്രത്യേക രസാട്ടാ. ചെറിയ അരുവികൾ, ഇതൊക്കെ എന്താ രസം. ബ്യൂട്ടിഫുൾ. ഒരു വണ്ടി അപ്പുറത്തുനിന്ന് ദുർഘടവുമായ കാണിച്ചിട്ട് അങ്ങനെ പോവാന്ന്. ഇതിന് പ്രശ്നം എന്താ വെച്ചാൽ ഈ റീലൊക്കെ കാണുമ്പോൾ വണ്ടി ഈ പാട്ടിന്റെ ദമ്മാണത്. പിന്നെ കുറച്ചങ്ങോട്ട് ട്വിസ്റ്റ് ഉണ്ട്. പൊന്നെപ്പെടുന്നൊരു വണ്ടി വന്നത് എന്ത് ചെയ്യും? വന്നു കഴിഞ്ഞാൽ പ്രശ്നം റീലിൽ ഇത് പറഞ്ഞില്ലാവോ ഈ ഒരു സംഭവം അറിയാം. നമ്മളിവിടെ പെട്ട് പോകുന്നില്ല, വണ്ടി കഴിച്ചില്ലായി. ഇനി അങ്ങോട്ട് നമുക്ക് അല്ലെങ്കിൽ പിന്നെ ആള് ഒരു 10-15 കിലോമീറ്റർ മേലെ എടുത്തോണ്ടിരുന്നു. പക്ഷെ ആ ജീപ്പിൽ എല്ലാരും കൊള്ളുന്നോണ്ട് 9 പേര് ഒറ്റ ജീപ്പില്. അല്ലാ, ഇതിൽ ആല റോഡില്ല. ശരിയായി. രണ്ടാള് കണ്ട് പൂച്ച കുട്ടികള് ആരോ വലിച്ചോണ്ടെന്നാ അടിച്ചു കാറ്റിയത്. പ്രൈസും കുറച്ച് തന്നില്ലേ? പ്രൈസല്ല, നമ്മള് ഈ ചെറുമാങ്ങ ഉണ്ടാവല്ലോ, നല്ല നല്ല ഇതുണ്ടാവും. ഇത് അറബി. ഓ, നല്ല തലക്ക് ഞാൻ കളർ കൊടുക്കണം. എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നൊരു സാധനം കൈകൊണ്ട് കൊണ്ടിട്ടില്ല. വെള്ളത്തിൽ ചാടാൻ പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ നല്ലതാണ്, വളരെ നല്ലൊരു ഇതാണ്. വാതിൽ പൂട്ടെ. അതെ, ഉണങ്ങിയ ഇംഗ്ലീഷ് പോരെ? കറക്റ്റ് അല്ലേ? സോപ്പൂനെ പിടിക്കാം പറഞ്ഞിട്ട് നോക്കിട്ടോ, വീഡിയോ ഇട്ടില്ല. പൊട്ടെ ഇത് വേറെ വീട്ടിൽ കേൾക്കാറ്. അതിൻ്റെ ഒരു കത്തിയാണ്, വടിവാള കിട്ടിയിട്ടുണ്ട്. ഇത് വേറെ വീട്ടിൽ കാട്ടാ. ഞാൻ പിടിക്കുമ്പോ എന്നെ പല്ല് മാന്തണ്. കൂടി ഉണ്ടല്ലോ ഇല്ലേ?
നടക്കാൻ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. റീലൊക്കെ കണ്ട് നേരെ ഇവിടെ അടിപൊളിയാന്ന് ഓടി വരുന്ന ആളുകള് റൂട്ടൊക്കെ ഒന്ന് ഫുള്ള് വീഡിയോ കാണുക. അല്ലെങ്കിൽ റൂട്ട് ചിലപ്പം വണ്ടികൾ 4 വീല് നിർബന്ധം, അല്ലെങ്കിൽ മുഷ്കിലായിരിക്കും. അല്ലാ, അപ്പം ഏകദേശം സ്ഥലമെത്താറായി. ഒരു പറ്റം സഹോദരന്മാരെന്നെ പേടിപ്പിക്കുമോ എന്ന ഒരു ഭയം എനിക്കുണ്ട്. എന്നിരുന്നാലും പേടിയില്ല. ഇത്ര ദൂരമൊക്കെ വന്നിട്ട് ഇവിടെ ഇങ്ങനെയൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചാൽ അത്ഭുതമുണ്ട്. അത്യാവശ്യം നല്ലോണം നടക്കാണ്ട്, നടക്കാൻ കുറവാണ്. 4 വീൽ ഉണ്ടെങ്കിൽ എൻ്റെ വരെ വരാം. പിന്നെ അവിടുന്ന് ഒരു 300 കിലോമീറ്റർ. ഓ സംഭവത്തിൻ്റെ വെള്ളച്ചാട്ടത്തിലെത്താനായേ. നിറയ്ക്കിയ വെള്ളത്തിൽ ചാടിയിട്ടുണ്ട്. ആ മനോഹരമായ വ്യൂ. ഒരു നല്ലൊരു ഖരീഫിനൊന്നും അങ്ങോട്ട് പോകണ്ട കേട്ടോ, ഇവിടെ തന്നെ നിന്നാൽ മതി. ജിൽ 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 ഇതേ കിടക്കണേ. വാവ്, സൂപ്പറായിട്ടുണ്ട്. ഇതേ ആശി ചാടുന്നു. അവിടെ വയ്ക്കാ. അയ്യോ, ഈ 2 ധൈര്യവന്മാരിതാ ജാക്കറ്റ് ഒക്കെ ഇട്ട് ഇറങ്ങുന്നു.